CUET 2026 രജിസ്റ്റർ ചെയ്തെങ്കിലും +2 എക്സാമിനിടെ മറന്നു പോയിട്ടുള്ള ഒരു പേരായിരിക്കും ഇതില്ലേ. നിങ്ങളുടെ +2 എക്സാം കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന, നിങ്ങളുടെ ഫ്യൂച്ചർ കോളേജ് നിർണ്ണയിക്കാൻ പോകുന്ന ഒരു മഹത്തായ എക്സാം. ഈ എക്സാമിന്റെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? ഈ എക്സാം കഴിഞ്ഞ കൊല്ലം രജിസ്റ്റർ ചെയ്തത് 13.5 ലക്ഷം ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ രജിസ്ട്രേഷൻ, രണ്ടാമത് രജിസ്ട്രേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ക്രോസ് ചെയ്ത് 15 ലക്ഷം എത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? അത് വീണ്ടും കൂടും. കാരണം 3 ദിവസം അഡീഷണൽ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ കോമ്പറ്റീഷൻ കൂടുകയാണ്. കോമ്പറ്റീഷൻ ഇങ്ങനെ കൂടുന്നു. 3 ലക്ഷം സീറ്റുകളിലേക്കാണ് കോമ്പറ്റീഷൻ. പക്ഷേ 3 ലക്ഷം സീറ്റ് നമുക്ക് കണക്കിപ്പെടുത്താൻ പറ്റില്ല. നമ്മുടെ ലക്ഷ്യം എവിടെയാ? നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് നമുക്ക് ആഗ്രഹം. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സ്പെസിഫിക് കോളേജുകളാണ് നമുക്ക് ആഗ്രഹം. അപ്പോൾ ഈ കോമ്പറ്റീഷൻ നമ്മൾ എന്ത് ചെയ്യണം? മറികടക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജ് തന്നെ കിട്ടണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു സീറ്റ് പഠിച്ചിട്ടല്ലല്ലോ കാര്യം. നമ്മൾ ആഗ്രഹിച്ച കോഴ്സ്, നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത്, നമ്മൾ ആഗ്രഹിച്ച കോളേജിൽ പഠിക്കുമ്പോഴല്ലേ നമ്മൾ സക്സസ് ആയി എന്ന് പറയാൻ പറ്റുക അല്ലേ? സോ അതുകൊണ്ട് ഈ മാറുന്ന സാഹചര്യത്തിൽ ഈ ഹൈലി CUET-ലേക്ക് എല്ലാവരും വരികയാണ്. ഇപ്പൊ CUET എന്താണ് ട്രെൻഡ് ആകുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പടി മുന്നേ തന്നെ പോകണം. +2 എക്സാമിന് മാത്രം പഠിച്ചാൽ മതി. ഇപ്പം ആരും ഇവിടെ +2 എക്സാമിന്റെ ഒപ്പം CUET പഠിക്കണമെന്ന് പറയുന്നില്ല. നിങ്ങൾ +2 ആനുവൽ എക്സാം, പബ്ലിക് എക്സാം തന്നെ ഫോക്കസ് ചെയ്യുക. കാരണം അത് തന്നെയാണ് നിങ്ങളുടെ CUET സിലബസ്. എന്നാൽ CUET-ൽ പഠിക്കാനുള്ള അഡീഷണൽ ജനറൽ പേപ്പേഴ്സ്, അതുപോലെ +2-ന്റെ പല ഏരിയാസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് വീണ്ടും കുറച്ചും കൂടി ലോജിക്കലി പഠിച്ച് കോൺസെപ്റ്റ് സെറ്റാക്കി ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിലൊരു CUET-ൽ വിജയം നേടണമെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം. അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് എജുപോർട്ടിന്റെ CUET ക്രാഷ് ബാച്ച് തന്നെയാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? മാർച്ച് 29-ന്. നിങ്ങളുടെ പബ്ലിക് എക്സാം കഴിഞ്ഞിട്ടടാ. പബ്ലിക് എക്സാം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴേ ജോയിൻ ചെയ്താൽ +2-ന്റെ റാപ്പിഡ് റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് 699 രൂപ കൊടുത്താൽ മാത്രം കിട്ടുന്ന ആ ബാച്ച് സൗജന്യമായി കിട്ടും. അതായത് അടുത്ത മാസം തുടങ്ങുന്ന ഈ ബാച്ചിൽ നിങ്ങൾ ഇപ്പോഴേ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റാപ്പിഡ് റിവിഷൻ ബാച്ച് സൗജന്യമായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഡെയിലി ലൈവുകളും കാര്യങ്ങളൊക്കെ ഉള്ള ബാച്ചാണ് റാപ്പിഡ് റിവിഷൻ ബാച്ച്. ആപ്പ് ഫുള്ളായിട്ട് +2-ന്റെ തുറന്നു തരും. ഓക്കെ, അപ്പം ഓൾറെഡി ബാച്ചിൽ ഇല്ലാത്ത കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഓൾറെഡി ബാച്ചിൽ ഇല്ലാത്ത കുട്ടികൾക്ക് വളരെ വലിയൊരു ഓഫറാണല്ലേ. ഇതിന്റെ കൂടെ റാപ്പിഡ് റിവിഷൻ ബാച്ച് ഫുള്ളി നിങ്ങൾക്ക് എന്ത് കിട്ടുകയാണ്? ഫ്രീ കിട്ടുകയാണ്. അപ്പോൾ ഈ ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ച് ക്രാക്ക് ചെയ്യുന്നു നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിനൊരു ഉറപ്പ് കൊടുക്കണം. നിങ്ങൾ സ്വയം ഒരു പ്രോമിസ് കൊടുക്കണം. മുന്നോട്ട് തന്നെ പോവുക. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ഫോക്കസ് മാറരുത്. കുറേ ആളുകൾ പഠിച്ച് ബാച്ചിലൊക്കെ ചേർന്ന് പഠിച്ച് വരുന്ന അവരോടാണ് നിങ്ങൾ ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളും ഒട്ടും പുറകിലായി പോവരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അവരെക്കാൾ ഒരു പടി മുന്നോട്ട് തന്നെ വരാൻ ശ്രമിക്കുക. നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ, എല്ലാവർക്കും നല്ല മാർക്കും കിട്ടട്ടെ, CUET എല്ലാവരും പാസ്സാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.